ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സ് ഐറ്റവുമായിട്ടാണ്, ബനാന ഫിംഗേഴ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ രീതി കാണുമ്പോൾ പഴംപൊരിയായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പഴംപൊരിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ഐറ്റമാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കരിമുര ഇരിക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പഴുത്ത പഴവുമല്ല, തീരെ പഴുക്കാത്ത പഴവുമല്ല. ഈ ഒരു രീതിക്ക് പഴുത്ത പഴമാണ് ഇതിന് കറക്റ്റായിട്ടുള്ളത്. ഒരുപാട് പഴുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സ്നാക്സ് കിട്ടത്തില്ല. അപ്പോൾ അത് 3 നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പഴമെല്ലാം ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഫിംഗേഴ്സിൻ്റെ വലുപ്പത്തിൽ മുറിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അത്ര നീളമില്ലാതാണ് ഞാനിപ്പോൾ മുറിച്ചെടുക്കുന്നത്. പക്ഷേ തീരെ തിന്നായി പോകരുത്, കുറച്ചൊരു തിക്നെസ്സോട് കൂടി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ പഴംപൊരിയുടെ വലുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മുറിച്ചെടുത്ത് ചെയ്യാം. പക്ഷേ കാണാനൊരു ക്യൂട്ട്നെസ് ഇങ്ങനെ ചെറുതായിട്ട് എടുക്കുമ്പോഴാണ്, കഴിക്കാനും ടേസ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മൈദാമാവാണ്. അപ്പോൾ മൈദാമാവിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പഴം നമുക്ക് ഓരോ പീസായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. ആ പഴത്തിൻ്റെ എല്ലാം പുറത്ത് മൈദാമാവ് ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കുറച്ചൊരു ക്രിസ്പിനെസ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ മാവിൽ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ബാക്കിയിരിക്കുന്ന മൈദാമാവ് കളയുന്ന വേണ്ട, അത് തന്നെയാണ് നമുക്കൊന്ന് കലക്കി എടുക്കേണ്ടത്. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം. അപ്പോൾ അത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുത്താൽ മതി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ കലക്കി എടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് കലക്കിയെടുക്കണം. നമ്മൾ പഴംപൊരിക്ക് കലക്കിയെടുക്കുന്നത് പോലെ അല്ല, കുറച്ചും കൂടി ലൂസായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കാൻ. ഒരുപാട് തിക്കായിട്ടിരിക്കരുത്, കുറച്ച് ലൂസായിട്ടിരിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ കലക്കിയെടുത്ത് കഴിയുമ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അത് ബ്രെഡ് ക്രംസ് കയ്യിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ പീസ് പഴമായിട്ട് എടുത്തിട്ട് ഈ ഒരു മാവ് കലക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട ശേഷം ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ മാവിൽ നിന്നും എടുത്ത് ബ്രെഡ് ക്രംസിലേക്ക് ഇടുന്ന സമയത്ത് കൂടുതലായിട്ട് മാവ് വെള്ളത്തോട് കൂടിയെടുത്ത് ബ്രെഡ് ക്രംസിലേക്ക് ഇടരുത്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഫുള്ളായിട്ട് ചീത്തയായി പോകും. പെട്ടെന്ന് തന്നെ വെള്ളം എല്ലാം കൂടി വീണിട്ട് കട്ടയായി പോകും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഇല്ലാത്ത രീതിയിൽ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എടുത്തിടുമ്പോൾ ശ്രദ്ധിച്ചിട്ടാൽ മതി, കൈ കൊണ്ട് എടുത്തിടുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്പൂണിനാണെങ്കിൽ ഒട്ടും മാവ് ബ്രെഡ് ക്രംസിലേക്ക് വീഴാത്ത രീതിയിൽ കോരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറിയ പീസായതുകൊണ്ട് കുറച്ച് നേരം നിന്ന് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടി വരും. കുറച്ചുകൂടി വലിയ പീസാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണി കഴിയും. പക്ഷേ ടേസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യുമ്പോൾ തന്നെ ആട്ടോ, വലുതായിട്ട് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ചെറുതായിട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാ പീസും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാവുന്ന അത്രയും സമയം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ആ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കൊഴിഞ്ഞ് വീണ് കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ ചൂടായാൽ മതി, ഓവറായിട്ട് ചൂടാവണ്ട. ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോവും. ഇത് പിന്നെ തീ കുറച്ച് വെച്ചൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സൈഡും ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാക്കി എടുത്താൽ മതി. അകത്ത് പഴം ഒരുപാട് അങ്ങ് വെന്ത് പോകുമെന്നും വേണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. നന്നായിട്ട് പഴം വേവണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറേ സമയം എടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാക്കി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കി എടുത്തു കഴിഞ്ഞാൽ പഴം അധികം വേവാതെയും കിട്ടും. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കോരി എടുത്താൽ മതി. കോരി എടുത്തിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ എണ്ണയെല്ലാം പോയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തോന്നും ഇതിപ്പോൾ പഴംപൊരിക്ക് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് എടുത്തതല്ലേ, ഇതിലിപ്പോൾ എന്താ ഇത്ര പുതുമ എന്ന് തോന്നുമായിരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. പഴംപൊരിയുടെ ടേസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് മാത്രമല്ല, പഴംപൊരിയേക്കാൾ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെയുള്ള അറിയാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.